യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് റെജി. ഏറ്റുമാനൂർ മാടപ്പാട് നിന്ന് വരുന്നു. എനിക്ക് ജൂലൈ 19 രാവിലെ ഞാൻ പള്ളിയിൽ പോകാൻ ഒരുങ്ങി. ഈ 2024 ജൂലൈ 19 രാവിലെ പള്ളിയിൽ പോകാൻ ഒരുങ്ങി. ഞാനും ഹസ്ബൻഡും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഹല്ലേലൂയ. മക്കളെ, ജീവിതത്തിന്റെ ഒരു ശീലമായി അനുദിന കുർബാനമാവുക. പള്ളിയിൽ പോകാൻ നിന്റെ ജീവിതത്തിന്റെ വാതിൽ തുറക്കുന്നത് കുർബാനയായിരിക്കണം. ഹല്ലേലൂയ. ത്യാഗം നടക്കുന്നേ 6:30 എന്തായാലും കുർബാനയേ ഉള്ളൂ. എത്ര ഉറക്കപ്രാന്തരും ഒരു 6 മണിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലേ? ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഭാഗ്യം മക്കളെ. പണ്ട് എനിക്കത് വത്തിക്കാൻ കൗൺസിലൊക്കെ മുമ്പ് കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നും ഇപ്പൊ കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. ആദ്യമൊക്കെ വർഷത്തിലൊന്നാ പറ്റും, പിന്നെ മാസത്തിലൊന്നായി, പിന്നെ ആഴ്ചയിലൊന്നായി. വത്തിക്കാൻ കൗൺസിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ദിവസവും സ്വീകരിക്കാവുന്നായി. അല്ലെങ്കിൽ അച്ചപ്പാക്ക് മാത്രം എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യമാണ് കുർബാന എന്ന് അറിഞ്ഞോണം. കുർബാനയെ തൊട്ടിട്ട് നീ ഒരു കാര്യത്തിന് പോയ കാര്യം നടക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടാക്കി നീ പോയിരിക്കും. കുർബാനയെ തൊട്ടിട്ടേ ഒരു കാര്യത്തിന് പോകാവുള്ളൂ. എല്ലാ ദിവസവും പള്ളി പോകും. ചേട്ടനില്ലേ? പനിയായിട്ട് കിടക്കും. മോള് വന്നിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ പോകാൻ ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത്. ഓട്ടോറിക്ഷയിൽ പോകാൻ കയറിയപ്പം എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ പൊക്കോളാം, നീ പോയി കിടന്നോളാം പറഞ്ഞു. ഞാൻ കട്ടിലേക്ക് കിടന്നു. ഒരു കുർബാന പകുതി ആയപ്പോൾ എൻ്റെ മകൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. മോൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ ബോധമില്ലാതെ കിടക്കുന്നു. അപ്പം ഓടിച്ചെന്ന് ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് വന്നു. മമ്മിക്ക് ബോധമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു. കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരൊക്കെ സ്കാനിങ് എല്ലാം ചെയ്തിട്ട് പറഞ്ഞു തലയുടെ ഞരമ്പ് പൊട്ടിപ്പോയി. ഞരമ്പ് പൊട്ടിപ്പോയി. 8 മണിക്കൂർ ഒബ്സർവേഷൻ ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. ശനിയാഴ്ച രാവിലെ ഓപ്പറേഷന് കയറ്റി. ഓപ്പറേഷൻ ചെയ്ത് അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റി. വെന്റിലേറ്ററിൽ ഒരു ദിവസം മുഴുവൻ കിടന്നു. അത് കഴിഞ്ഞ് 4-ാം പൊക്കം വീണ്ടും ICUവിലേക്ക് മാറ്റി. ICU ഡോക്ടർ എൻ്റെ മോളെയും ഹസ്ബൻഡിനെയും മോനെയും വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇനി എഴുന്നേൽക്കത്തില്ല, അതുകൊണ്ട് കിടന്ന് നോക്കാൻ നീ തയ്യാറാണോ എന്ന് മോളോട് ചോദിച്ചു. മോള് പറഞ്ഞു ഇനി എഴുന്നേൽക്കില്ല മമ്മി. നമ്മളെ ജീവിതത്തിന്റെ ചില പ്രസ്താവനകൾ ഇനി ഉണ്ടാകും ജീവിതത്തില്. അതൊരു മുസ്ലിം നീ ബലത്തോടെ ജീവിക്കണം. നിന്റെ തലയ്ക്ക് മുകളിൽ വെൺമേഘങ്ങളിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ക്രിസ്തു രാജനുണ്ട്. ഹല്ലേലൂയ. മോളോട് ചോദിച്ചു നോക്കാവോ? അങ്ങനെ ഒരു അമ്മയെ വേണം. വെജിറ്റേറ്റീവ് അമ്മ, ജീവശവം പോലെ കിടക്കുന്ന ഒരു അമ്മയെ വേണമെങ്കിൽ തരാൻ പറ്റും. ഹല്ലേലൂയ. 4-ാം പൊക്കം എടവപ്പള്ളി വൈദ്യുതി. അല്ല, അവളെന്നിട്ട് എന്ത് പറഞ്ഞു? അവള് എഴുന്നേൽപ്പിച്ചൊക്കെ തന്നാ ഞാൻ വേണേ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകത്തില്ല. അങ്ങനെ പറഞ്ഞോളൂ. അവള് പറയുന്ന പെണ്ണുകൊണ്ട് പതുക്കെ പകുതി പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. എഴുന്നേൽപ്പിച്ചൊക്കെ നടക്കുമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഡോക്ടറോട് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. 4-ാം പൊക്കം എൻ്റെ ഇടവ വൈദികൻ എനിക്ക് എന്നെ സന്ദർശിക്കാൻ വന്നപ്പം ഡോക്ടർ കയറ്റിയില്ല, സീരിയസ് ആണ്, കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരിത്താസ് ഹോസ്പിറ്റലിൽ. അപ്പം 5-ാം പൊക്കം വീണ്ടും എൻ്റെ ഇടവ വൈദികൻ 5-ാം പൊക്കം ചൊവ്വാഴ്ചയാണ്. 5-ാം പൊക്കം വൈദികൻ വന്നു. പിന്നെ കൂടെ ആ പള്ളിയിലെ ആൾക്കാരെല്ലാം ഉണ്ട്. എനിക്ക് 4 ലക്ഷം രൂപ പള്ളിയിൽ നിന്ന് അനുവദിച്ചു. ഓപ്പറേഷൻ 4 ലക്ഷം രൂപ പള്ളിയിൽ നിന്ന് അനുവദിച്ചു. പിരിവെടുത്തു. ഒരു ദിവസം കൊണ്ട് പിരിവെടുത്തു. 4 ലക്ഷം ദിവസം കൊണ്ട്. ദൈവങ്ങളെ തിരിച്ചറിഞ്ഞുള്ളൂ. ഒരാവശ്യം ഉണ്ടെങ്കിൽ അതിനെ ഇറങ്ങി തിരിച്ചിരിക്കണം മകളെ. നീ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ 100 ഇരട്ടിയായിട്ട് അതേ ആശുപത്രി നീ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇത് ദൈവങ്ങളോ, ഇതൊരു തിയറിയാ മക്കളെ. നീ കൊടുക്കാത്ത പണമുണ്ട്, നീ പിടിച്ചു വെച്ചിരിക്കുന്ന പണമുണ്ട്, അതിന് 4 ഇരട്ടിയായിട്ട് നീ ചിലവാക്കേണ്ടി പിന്നീട് വരും. വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ മതി. അതല്ലേ
പിന്നെ ഞാൻ കൊടുക്കാതെ എത്രയോ ഇരുന്നിട്ട് ഞാൻ ഇന്നുവരെ കൊണ്ട് കൊടുത്തില്ല. സമയം വരുന്നേ ഉള്ളൂ. ബില്ല് ചെക്കായി വരുന്നേ ഉള്ളൂ. 5-ാം ദിവസം വൈദികനെ ഉള്ളിൽ കയറ്റി വിട്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു എന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ മുസ്ലിം ഡോക്ടറാണ്. ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, ആനാമ്പളം തളിച്ചു, പ്രാർത്ഥിച്ച നിമിഷം എഴുന്നേറ്റിരുന്നു വെള്ളം ചോദിച്ചു വന്നു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റേതുമാണ് ശക്തി. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് വായിച്ച വചനം സർട്ടിഫൈ ചെയ്യുക. ഇന്ന് വായിച്ച വചനം സർട്ടിഫൈ ചെയ്യുക. കർത്താവിന്റേതും അവന്റെ അഭിഷിക്തന്റെ അവന്റെ വൈദികന്റെയാണ് അധികാരം, പുരോഹിതന്റെ അധികാരം. സോഷ്യൽ മീഡിയ എടുത്ത് അതുകൊണ്ട് അടിച്ചുവിടല്ല. 3 പേര് കൂടിയിരുന്ന അച്ഛനെ പറ്റി അതും ഇതും പറയല്ല. നിന്റെ വീട് കെട്ടുപോകും, നിന്റെ വീട് അടച്ചു പോകും. മക്കളെ, എന്നെ പറ്റി നിങ്ങൾ എന്തും പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. വേറൊരു അച്ഛനെ പറ്റി പറഞ്ഞു പോകല്ല. കണക്ക് ബുക്കെടുത്ത് വെച്ച് കണക്ക് പറയേണ്ടി വരും മക്കളെ. നിന്റെ കാര്യത്തിൽ മാത്രമല്ല, അപ്പൻ അമ്മ തുടങ്ങി നീ കണക്ക് പറയേണ്ടി വരും. നിന്റെ സഹോദരങ്ങളെ ഭാര്യ മക്കൾ ഓരോരുത്തരുടെ കണക്ക് നീ പറയേണ്ടി വരും. നീ പറഞ്ഞൊരു പാഴ്വാക്കിന്റെ പേരിൽ സഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? അതിനപ്പത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാരുടെ വേലയാതും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് കൃത്യം അറിയാം മക്കളെ. ഒരു പള്ളിപ്പെരുന്നാള് എന്നോട് പറഞ്ഞ കാര്യമായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ഒരു പള്ളിപ്പെരുന്നാള് അച്ഛൻ പൈസ അടിച്ച് മാറ്റിയെന്ന് 3 ദിവസം ആകുന്ന ഈ മനുഷ്യൻ നാവ് നിന്ന് പോയി. അയാൾ തളർന്നു പോയി. ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഭാര്യ എന്നോട് പറയും, എൻ്റെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ദുരന്തമുണ്ടായി. എൻ്റെ പൊന്നുമകളെ പേടിപ്പിക്കാൻ പറയുന്നില്ല. നിങ്ങളത് ചെയ്യണ്ട അത്രയേ ഉള്ളൂ. ചെയ്യണ്ട. അച്ഛനെ ദൈവം നോക്കിക്കൊള്ളും. അദ്ദേഹത്തെ നിങ്ങളങ്ങ് വിട്ടേക്ക്. സംഭവിച്ച കാര്യമാണ്. ആ മനുഷ്യൻ മരിച്ചും പോയി. അച്ഛാ ശാപം കൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചേച്ചി ശാപമൊന്നുമില്ല. അച്ഛന്മാരങ്ങനെ ശപിക്കത്തില്ല. സഹിക്കുന്നത് അച്ഛന്മാർക്കൊരു സുഖമാണ് മക്കളെ. ഞങ്ങളെ ഒരുവിധപ്പെട്ട 99 പറയാൻ പറ്റത്തില്ല, 90% അച്ഛന്മാർ ശപിക്കത്തില്ല. ഞാൻ സത്യമായിട്ട് ഇവിടെ നിന്ന് ഈ ആൾക്കാരെ ബൈബിളെ കൈവച്ചിട്ട് എന്നെ വിഷമിപ്പിച്ചവരോട് എനിക്ക് ദേഷ്യമില്ല മക്കളെ, ഒരിക്കലും. അത് സത്യമാണ്. കർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റായത്. നിങ്ങളെന്നെ എന്തോരം വേദനിപ്പിച്ചാലും നിങ്ങളെ വെറുപ്പിക്കാൻ എന്നെ കൊണ്ടാവത്തില്ല. നിങ്ങളെ വെറുക്കാൻ പറ്റുന്നില്ല. കാണും, വിഷമമുണ്ട്, മനുഷ്യരല്ലേ ഞാൻ. പക്ഷെ നിങ്ങളെ വെറുക്കുകയോ നിങ്ങളെ ശപിക്കുകയോ ഞാൻ ചെയ്യത്തില്ല. ഞാൻ വിചാരിക്കും 90%, 100 ചില അച്ഛന്മാർക്ക് പിടിവിടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും. 90% പേര് ചെയ്യത്തില്ല മക്കളെ. ഹല്ലേലൂയ. അപ്പോഴെന്ത് സംഭവിക്കുന്നത്? ആശീർവാദത്തിന് ശക്തി കൂടും. ഒരിക്കലും ഒരു വൈദ്യനെ പറ്റി ഒന്നും പറയാൻ നിൽക്കില്ല. ഒറ്റയ്ക്ക് പോലും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരു പുരോഹിതനെ വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല മക്കളെ. ഇത് ദൈവനിശ്ചിതമാണ്, ദൈവകൽപ്പിതമാണ്. ഞാൻ ഒന്നും നിങ്ങൾക്ക് വിഷമാണെന്ന് നിങ്ങൾ പറയേണ്ടവർ പറഞ്ഞു. ഞാൻ പറയാനുള്ളത്, നിങ്ങളുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാനുള്ളത് ഞാൻ പറഞ്ഞു തരിക. വീട്ടിൽ പോയി ഇടവകേരിച്ചിനെ പറ്റി പറയാല്ല. അച്ഛൻ്റെ കാര്യം നോക്കിക്കോട്ടെ. എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇല്ല, അച്ഛന് തെറ്റുണ്ടെന്ന് കണ്ട മുട്ടയെ കുത്തി നിങ്ങൾ പ്രാർത്ഥിക്കും. മണൽ വാരി അല്ലെങ്കിൽ മെറ്റൽ വാരി മുട്ടയെ കുത്തി നിന്ന് ഉപവാസം എടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു. അതിന് അഭിഷേകം കിട്ടും. അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സോഷ്യൽ മീഡിയയിൽ അച്ഛന്മാർക്കെതിരായിട്ടും പിതാക്കന്മാർക്കെതിരെ ചെയ്യരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കി, അച്ഛൻ വന്ന് കൈവച്ച് പ്രാർത്ഥന സമയത്ത് ചാടി എഴുന്നേൽക്കുക, തളർന്നു കിടക്കുക. ജീവശവമായിട്ട് വേണം വീട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞ് വാർത്തയാണ്. എന്നിട്ട് ജൂലൈ 23-ാം തീയതി അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അച്ഛൻ ഒരു പ്രാർത്ഥിച്ചു എന്നാണ്, ഒരു മുസ്ലിം ഡോക്ടറാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥിച്ച നിമിഷം ചാടി കഴിഞ്ഞിട്ട് വെള്ളം ചോദിച്ചു എന്നാണ്. വെള്ളം കുടിക്കാൻ വെള്ളം തന്നു. അത് കഴിഞ്ഞപ്പം അവർ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു എന്നാണ്. തളർന്നു പോയവരെ എഴുന്നേക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ കേൾക്കാറുണ്ട്. നമ്മളിവിടെ കൈ ഉയർത്തിപ്പാകി ലോകമെമ്പാടും അനേകായിരം തളർന്നു പോയവരെ എഴുന്നേക്കുമെന്നൊക്കെ അറിയാമോ? ദർശനത്തിൽ അത് കണ്ടു അച്ഛൻ പ്രാർത്ഥിക്കാറുള്ളത്. ഈ കൂടാരത്തിരിക്കുന്നതൊക്കെ വേണ്ടിയിട്ടല്ല മക്കൾ, ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഓക്കെ, ആശുപത്രി കിടന്ന ഒരാളെ ചൊവ്വാഴ്ച അടി എഴുന്നേക്കുക. ചൊവ്വാഴ്ച സൗഖ്യത്തിന്റെ ദിവസമാണ് മക്കളെ. ചൊവ്വാഴ്ച വിടുതലുകളുടെ ദിവസമാണ് മക്കളെ. ചൊവ്വാഴ്ച മാനസാന്തരങ്ങളുടെ ദിവസമാണ്. തടസ്സങ്ങൾ നീങ്ങുന്ന ദിവസമാണ്. ഇവിടെ ഇരുമ്പുണ്ട് നമ്മൾ 1000 പേരിൽ പട്ടിണിക്കിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്.
1000 എണ്ണത്തിന് ഞാൻ പറക്കി തരാം ഇതിനകത്ത് കൂടെ. ഞാൻ കൈ പൊക്കിക്കുന്നില്ല തൽക്കാലം. അതാ അത് അച്ഛൻ്റെ പുണ്യം നിങ്ങൾ വിട്ട് അത് വിട്ട് നിങ്ങൾ 1000 പേരെ ഞാൻ പൊക്കിത്തരാം ഇതിനകത്തുനിന്ന്. ഉപവാസം എടുത്ത് വന്നിരിക്കുന്നവർ വൈകിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന 1000 എണ്ണത്തിന് ഞാനിത് പൊക്കിത്തരാം. കൈ അടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. ഇവിടുത്തെ ശുശ്രൂഷയുടെ ശക്തി ഇതാ മക്കൾ, നിങ്ങളുടെ ശക്തിയാണ്. നിങ്ങളുടെ ഉപവാസം, നിങ്ങളുടെ കണ്ണീര്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ട് ഉപവസിക്കണമെന്ന് പറയുന്നത്. തിന്നും കുടിച്ചും കൃപ നഷ്ടപ്പെടുത്തരുത്. വാരി വലിച്ച് തിന്നാലൊന്നും വന്നിട്ട് ഒരനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അവൻ മരുഭൂമിയിൽ 40 നാൾ ഉപവസിച്ചിരുന്നു. ഒരാത്മീയ ശുശ്രൂഷ ഞങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ ഉപവാസം എടുത്ത് നോയമ്പെടുത്ത ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്യാഗത്തിന് പ്രതിഫലമുണ്ട് മക്കളെ. ഹല്ലേലൂയ. പറഞ്ഞോളെ. എന്നിട്ട് ചാടി എഴുന്നേറ്റ് വെള്ളം ചോദിച്ചു, വെള്ളം തന്നു കുടിക്കാൻ. വെള്ളം എഴുന്നേറ്റിരുന്നു, കുടിക്കാൻ വെള്ളം തന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം കൂടി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഗ്ലൂക്കോസ് കയറ്റി. എനിക്ക് അതുവരെ ചുമ്മാ ഒരു പുഴു കിടക്കുന്നത് പോലെ ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു. മരിച്ചിട്ടില്ല, ജീവനുണ്ടോ അപ്പം ഇങ്ങനെ പുഴു പോലെ വെറുതെ കിടക്കുക. ഒരു ഇഞ്ചക്ഷൻ കൂടെ ദേഹത്തിലാകത്തു. ഒരു തുണി മേത്തിട്ടിട്ടുണ്ട്, തുണി പുതപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ഇനി രക്ഷയില്ല. മരിച്ചോ ജീവനുണ്ടോ വെള്ളത്തുണി പുതപ്പിച്ച് കഴിഞ്ഞു. ഹൃദയമിടിപ്പ് നിന്നാൽ, ശ്വാസം നിന്നാൽ ഉടനെ ആ തലയും കൂടെ അങ്ങ് മൂടും. 3-ാം പൊക്കം എൻ്റെ ഇടവക സിസ്റ്റേഴ്സ് വന്നു. അവർക്ക് 2 പേർക്ക് ഒരു ചാൻസ് കൊടുത്തു. അവരകത്ത് കയറിയിട്ട് അവർ പറഞ്ഞത് പുഴു കിടക്കുന്നത് പോലെ മൂടിയിട്ടിരിക്കുക, മൊത്തം മൂടിയിട്ടിരിക്കുക. എൻ്റെ ഹസ്ബൻഡിൻ്റെയും മോളെയും അവർ 3 പേരെ അകത്തിരുത്തി അവർക്ക് വെള്ളം വേണ്ട ആവശ്യ സാധനങ്ങൾ അവർ ഡോക്ടർമാർ കൊടുക്കുന്നുണ്ട്. അവർ അവശതയായിപ്പോയി. അവരവശതയായി, സംസാരിക്കാൻ പറ്റുന്നില്ല അവർക്ക്. പിന്നെ വെളിയിൽ എൻ്റെ ഇടവക ജനങ്ങൾ മുഴുവനും ഉണ്ട്. എൻ്റെ സഹോദരങ്ങളെ ഇടവക ജനങ്ങൾ മുഴുവൻ 10 ദിവസവും ആയിരുന്നു. ഓരോരുത്തരും മാറി 10 ദിവസവും എൻ്റെ ഇടവക ജനങ്ങൾ മുഴുവനും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ വെളിയിലിരുന്നവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ചൊവ്വാഴ്ച ജൂലൈ 23-ാം തീയതി ചൊവ്വാഴ്ച 9:30 അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു, റെജിക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നത്. അവിടുന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സഹോദരൻ്റെ ഭാര്യ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവ് സൗഖ്യം. അപ്പം ഡോക്ടറിനോട് ചോദിച്ചു, ഇത് എങ്ങനെ ആര് സൗഖ്യം തന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ദൈവം സൗഖ്യം തന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നികുണ്ട് പരാജയപ്പെട്ടു, ഞങ്ങളെ കൊണ്ട് സൗഖ്യപ്പെടുത്താൻ പറ്റത്തില്ല. ആ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ നികുണ്ട് പരാജയപ്പെട്ടു. നിഘണ്ടു പരാജയപ്പെട്ടു. ഡോക്ടർമാരുടെ നിഘണ്ടുവിലില്ല ഇങ്ങനത്തെ ഒരു ചികിത്സ. ഡോക്ടർമാരുടെ നിഘണ്ടുവിലില്ല ഈ ഇങ്ങനെ ഒരു ചികിത്സാ രീതി. ഞങ്ങൾ പുസ്തകം മുടക്കി 8 സ്കാൻ ചെയ്തു. 8 സ്കാൻ ചെയ്തിട്ടും ഒരു പുരോഗതിയും ഇല്ല ഡോക്ടർ എന്ന് പറഞ്ഞു. പക്ഷേ 5-ാം പൊക്കം ഞാൻ ഇങ്ങനെ ICU കിടക്കുമ്പോൾ ഡോക്ടറെ 4-5 ഡോക്ടർമാർ ചുറ്റും നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛൻ കയറി പ്രാർത്ഥിച്ച് നിമിഷം തലയിൽ ആനാമ്പള്ളം തളിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നത്. ആനാമ്പള്ളം തളിച്ച നിമിഷം എഴുന്നേറ്റിരുന്ന് വിറയലോടെ വെള്ളം ചോദിച്ചു എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റ് അയച്ചു. 10-ാം ദിവസം എന്നെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്തു. 10-ാം പൊക്കം കിടത്തിക്കൊണ്ടുപോയോ അത് നടത്തിക്കൊണ്ടുപോയോ? എങ്ങനെ കൊണ്ടുപോയേ? വീട്ടിലോട്ട് എന്നെ ഞാൻ കാറിലിരുന്ന് പോയി. നടന്നു. ഇപ്പം ഞാൻ വീട്ടിലെ എല്ലാ പണികളും ചെയ്യും. ഡോക്ടറുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഞാൻ 3 ആഴ്ച മുമ്പ് വന്നായിരുന്നു. പള്ളി വന്നായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ 4 മാസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. എനിക്കിപ്പം 5000 രൂപയുടെ മരുന്നേ ഉള്ളൂ. 20,000 രൂപയുടെ മരുന്നാണ് കഴിച്ചു. 5000 എന്നുള്ളത് 50 പൈസയുടെ മരുന്നാക്കി. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമ്പോൾ കഴിക്കാനുള്ള 50 പൈസയുടെ പാരാസെറ്റമോൾ ആക്കി നമ്മൾ മാറ്റാൻ പോകും. ഈ ഒരു കണ്ണ് കാണത്തില്ല, ഒട്ടും കാണത്തില്ല. ഈ ഒരു കണ്ണിന് കാഴ്ചയുള്ളൂ. അത് ഓപ്പറേഷൻ വന്ന് കാണാവോ? എന്നെ കാണാവോ? എന്തോ ഒരു പാട പോലെ മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒട്ടും കാണത്തില്ല. ഇല്ല. ഡോക്ടർ 6 മാസം കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് കാഴ്ച. നമുക്ക് 6 ദിവസം കൊണ്ട് അടുത്ത ചൊവ്വാഴ്ച വരുമ്പോ ഈ കണ്ണിന് കാഴ്ച കിട്ടിയെന്ന് വെച്ച് വീണ്ടും സാക്ഷ്യപ്പെടുത്താൻ എല്ലാവരും കരങ്ങൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച മക്കളെ, ഈശോയുടെ തിരിച്ചോരെ ബ്രെയിനിലേക്ക് ഒഴുകട്ടെ,
ഈശോയുടെ തിരിച്ചോര ബ്രെയിനിലേക്ക് ഒഴുകട്ടെ. ഈശോയുടെ തിരിച്ചോര ബ്രെയിനിലേക്ക് ഒഴുകട്ടെ. ഈ മകൾക്ക് അത്ഭുത സൗഖ്യം ലഭിക്കട്ടെ. മിറാക്കുലസ് ഹീലിംഗ് ലോർഡ്, മിറാക്കുലസ് ഹീലിംഗ് ലോർഡ്. ശബരാരാതാഹ ബാരാ ഹീരാ 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 ഹീരാ. വിശ്വാസം പറഞ്ഞു പൂർണ്ണ സൗഖ്യത്തിൽ നിന്ന് കർത്താവ് അനുഗ്രഹിക്കുക. വെള്ളം മഞ്ചരിച്ചു നോവേനയിൽ പ്രാർത്ഥിച്ചുകൊള്ളുക കേട്ടോ. ഇന്ദിരാഗാന്ധി എന്ന് പേരിട്ടു. ഇനി ഡോക്ടർ ഇന്ദിരാഗാന്ധി ഇങ്ങനെ മുടിയൊക്കെ കണ്ടപ്പോ മുടി നീട്ടരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ വെക്കണമെന്നാ ആചരിക്കുന്നത്. അടുത്ത ഇലക്ഷന് നിൽക്കാൻ വല്ല പരിപാടി അവിടെ നോക്കിയ ഇന്ദിരാഗാന്ധിയെ പോലെ ഉണ്ടോ ബോമച്ചാ? അടുത്ത ഇലക്ഷന് നിൽക്കാൻ വല്ല പദ്ധതി ഉണ്ടോ? ഓപ്പറേഷൻ ചെയ്ത് കർത്താവ് മാറ്റി, അതെല്ലാം കഴിഞ്ഞു, അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. മുടി നീട്ടണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി കൂടെ സുന്ദരിയാണെന്ന് മുടി നീട്ടാതിരിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ നാളെ മുടി പെട്ടി കൂടി വന്നേക്കല്ലോ കേട്ടോ. മുടി ഇതിൻ്റെ 6ാമത്തെ ഓപ്പറേഷനാണ്. 6ാമത്തെ 2 സിസേറിയൻ. അത് കഴിയുമ്പോൾ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് എടുത്ത് മാറ്റി കാരിത്താസ്. അത് കഴിഞ്ഞ് വീണ്ടും ഫൈബ്രോയിഡ് യൂട്രസ് എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് പുറത്ത് 8 സ്റ്റിച്ച് ഫൈബ്രോയിഡ്. അതും കാരിത്താസ് ഹോസ്പിറ്റലിൽ. ഇപ്പോൾ ഇത് 6ാമത്തെ ഹോസ്പിറ്റൽ. എന്തായാലും കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് പോകത്തില്ല നമ്മളുള്ളത്രയും കാലം അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചെന്നുകൊണ്ടിരിക്കും, അവരുടെ പൈസയും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി തുടരാൻ സമ്മതിക്കല്ല. ഇനിയൊരു കത്തി എൻ്റെ ദേഹത്ത് വെക്കത്തില്ലെന്ന് തീരുമാനം എടുത്തോണം കേട്ടോ. ഹല്ലേലൂയ. ഇനിയൊരു കത്തി വെക്കാൻ പാടില്ല കേട്ടോ. ദൈവത്തിന്റെ കൃപ കേട്ട മകളെ അത്ഭുത സംഗത പൗരോഹിത്യ അധികാരത്താൽ പരിസഭയോട് ഫ്രാൻസിസ് പാപ്പ പിതാക്കന്മാരുടെ വൈദ്യം കൊണ്ട് അങ്ങ് പൗരോഹിത്യ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. രോഗപീഠങ്ങൾ, ക്ഷീണങ്ങൾ, അസ്വസ്ഥതകൾ വിട്ടുപോട്ടെ. അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. കൂട്ടയത്ത് വാഴുന്ന പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാ